ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തിലൂടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവവചനത്തിൽ നിന്നും പഠിക്കുവാൻ തക്കവണ്ണം അല്പസമയം കർത്താവ് നമ്മൾക്ക് തന്നതോർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുകയാണ്. വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ കൂടെയുള്ളതായ യാത്രയിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലെസൺ നമ്പർ 64 ആണ് ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 ലെസണുകൾ നമ്മൾ കവർ ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ളതായ പൊതുവായിട്ടുള്ളതായ ഇൻട്രഡക്ഷനും യേശുക്രിസ്തുവിൻ്റെ ടൈറ്റിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് എങ്ങനെയാണ് യോഹന്നാൻ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മുതലായ പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചക്കാലം 5-ാമത്തെ അധ്യായവും നമ്മൾ കവർ ചെയ്യുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 3-ാമത്തെ ഭാഗമാണ് യോഹന്നാൻ്റെ പുസ്തകത്തിൽ. അതിൻ്റെ 6-ാമത്തെ അധ്യായം മുതൽ ഒരു സ്പീഡ് റീഡിങ് എന്ന് വേണം പെട്ടെന്ന് ചില ഭാഗങ്ങൾ വായിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ആപ്ലിക്കബിൾ ആക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ സൺഡേ സ്കൂളിൽ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ ആ ചരിത്രം. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ മച്ചുവറായിട്ടുള്ളതായ ആ വിശ്വാസത്തിൽ നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് വിശ്വാസത്താലാണ് സാധിക്കേണ്ടത്. ഇവിടെ വലിയ ഒരു ജനക്കൂട്ടം യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് വരുന്നു. അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കണം എന്ന് യേശു പറയുന്നു. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ഒരു നിവൃത്തിയുമില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. പലപ്പോഴും നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മളുടെ ആൻസർ. ഈ കാര്യം എന്നെക്കൊണ്ട് പറ്റത്തില്ല, അസാധ്യമാണ്, ഞാൻ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് പറയുന്നതായ സ്വഭാവം നമ്മളിൽ ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്താൽ വലിയ കാര്യങ്ങൾ കർത്താവിൽ കൂടെ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികവും ആക്കേണ്ടത്. ഇവിടെ യേശു ചോദിക്കുന്നു, പൊതുവായി പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ ഒന്നുമില്ല, എന്നാൽ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ബാലകൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും എന്ന് പറഞ്ഞാൽ, യവത്തപ്പം എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ ആഹാരമാണ്. അപ്പനും അമ്മയും കൊടുത്തു വിട്ടതാണ്. അവിടെ ആ നിസ്സാരമായ ആ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് ശിഷ്യൻ കണ്ടുപിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ 5000 പേരെന്ന് പറയുമ്പോൾ പുരുഷന്മാർ തന്നെയാണ്, സ്ത്രീകളും ഏകദേശവും അത്രയും കാണും. പിന്നെ കുഞ്ഞുങ്ങളും 1-2 പേർ വെച്ച് ഓരോ ഫാമിലിയിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കാണും. അപ്പോൾ ഏകദേശം 15,000 20,000 പേരെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന് ഈ 5 അപ്പവും 2 മീനും കൊണ്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എന്ത് ഉണ്ട്? ഒരുപക്ഷെ നമ്മൾ വളരെ ടാലൻറ്റഡ് അല്ലായിരിക്കാം, ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് വലിയ തുക നമ്മളിൽ കാണുകയില്ലായിരിക്കാം, മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉള്ളതായ ബാങ്ക് ബാലൻസ് നമ്മളിൽ ഇല്ലെന്ന് വന്നേക്കാം. എന്നാൽ അവിടെയും നമ്മുടെ കയ്യിലുള്ളത് എന്താണ് എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ
കർത്താവ് അത് വാഴ്ത്തി അനുഗ്രഹിച്ച് നമ്മളെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രാപ്തരാക്കും. അത് വിശ്വസിക്കണം എന്നാണ് ഇവിടെ നിന്നും നമ്മളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കുവാനുള്ളതായ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ജനങ്ങളെ ഇരുത്തുക. വിശ്വാസത്തോടുകൂടെ ഇരുത്തുന്നു. യേശു ഈ അപ്പവും മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാരുടെ കൈകളിൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ യേശു ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാരുടെ കൈകളിൽ കൂടെ ഈ അത്ഭുതം നടക്കണം, അത് കാണണം, അവർ അത് വിശ്വസിക്കണം, അവർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്ഭുതം അല്ലെങ്കിൽ അടയാളം നടന്നത് ശിഷ്യന്മാർ അത് മുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് വിശ്വാസത്താലാണ് അത് സംഭവിച്ചത് എന്ന് നമ്മൾക്ക് കാണാം. അപ്പോൾ നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മളുടെ കഴിവുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല, അതിനുള്ള കഴിവില്ല എന്ന് നമ്മൾ ചിന്തിച്ച് പലപ്പോഴും മടിയായിട്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ നിൻ്റെ പക്കൽ എന്തുണ്ട്? ദൈവം പറയുന്നു വചനത്തിൽ കൂടെ, നിൻ്റെ വായെ നീ വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കാം എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് വാ തന്നവൻ കർത്താവാണ്. നമ്മളെ സംസാരിക്കുവാൻ പഠിപ്പിക്കുന്നവനും അതിനുള്ള കഴിവ് തരുന്നവനും കർത്താവാണ്. ഈവൻ ഈ പുസ്തകങ്ങളൊക്കെ ഈ ലെറ്റേഴ്സൊക്കെ ബൈബിളിൽ എഴുതിയതായ പൗലോസ് പോലും പറയുന്നത്, ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം തക്ക സമയത്ത് ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതൊന്നും കരുതി വച്ചിട്ടുള്ളതല്ല, ദൈവം തക്ക സമയത്ത് നൽകുന്നതാണ്. അതുപോലെ തന്നെ കൃപാവരങ്ങൾ ഒക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നും പ്രാപിക്കുകയും അതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് വിശ്വാസത്താൽ ഈ കാര്യങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല വിശ്വാസ വീരന്മാരുടെയും ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാം. ഈവൻ ബൈബിളിൽ തന്നെയും നമ്മൾക്ക് കാണുന്നത് ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ ഗോലിയാത്തിനെ കൊല്ലുവാൻ വേണ്ടി അവൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ അവൻ കേവലം അവൻ്റെ ആടുകളെ മേയ്ക്കുവാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്നതായ ആയുധങ്ങളിൽ ഒന്നായ ആ കവിണ എന്ന് പറയുന്നതായ ആ കറക്കി എറിയുന്നതായ ആയുധവും അതുപോലെ തന്നെ അതിൽ വയ്ക്കുന്നതായ കല്ലുകൾ, വളരെ നിസ്സാരമായ ആയുധം. എന്നാൽ ഈ ഗോലിയാത്തിൻ്റെ ആയുധം എന്ന് പറയുമ്പോൾ വലിയ കുന്തം, വലിയ ഗദ ഒക്കെയാണ്. അവനെ സംരക്ഷിക്കുവാൻ വേണ്ടി, അവൻ്റെ പരിചയ പിടിക്കുവാൻ വേണ്ടി മുമ്പിലാള്, വലിയ ആള്. എന്നാൽ ദാവീദ് ചെറിയ ഒരു മനുഷ്യൻ, അവൻ്റെ ഇടയസഞ്ചിയിൽ ഉള്ളതായ ആയുധം മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ അതിൽ വിശ്വാസമുണ്ടായിരുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നു. ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നതായ അവൻ്റെ നേരെ ചെന്നിട്ട് അവനെ തോൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഇടയസഞ്ചിയിൽ ഉള്ളതായ അവൻ്റെ കയ്യിലെ ചെറിയ ആയുധം ഉപയോഗിച്ച് ദൈവം അവിടെ അത്ഭുതം നടത്തുന്നു. അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ബൈബിളിൽ തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ സമയക്കുറവിനാൽ ഞാൻ ഈ ഭാഗം അവിടെ നിർത്തിയിട്ട് അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം. ചാപ്റ്റർ 7 37-39 മുതലായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുന്നത് എന്താണ്? ഇവിടെ യേശു പറയുന്നത്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ദാഹം എന്ന് പറയുന്നത്? യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ
യേശു പറഞ്ഞിരിക്കുന്നതായ ആ പ്രോമിസ്, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒഴുക്കും ആ ദാഹിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് പകരുന്നതായ ആ പരിശുദ്ധാത്മ ശക്തിയും അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദാഹം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നവർ പലരും കളിയാക്കാറുണ്ട്. ആ ഭാഷ എന്താണ് സംസാരിക്കുന്നത്, ആ വരങ്ങൾ എന്താണ്, രോഗ സൗഖ്യത്തിൻ്റെ വരങ്ങൾ, അതുപോലെ തന്നെ പ്രവചന വരങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ ഈ ആത്മാവിൻ്റെ ദാനമായിട്ട് ലഭിക്കുമ്പോൾ പലർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ അതിനുള്ള ഒരു ദാഹം ഉള്ളവർ മാത്രമേ അത് കേട്ടുകയുള്ളൂ. നാമും ഈ വചനം പഠിക്കുമ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, യേശു പറഞ്ഞതുപോലെ, ആ യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് എനിക്ക് വേണം എന്നുള്ളതായ ഒരു ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മൾക്ക് അതിനെ നൽകുകയുള്ളൂ എന്നാണ്. അപ്പോൾ ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വരണം, കുടിക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ ഹൃദയം തുറക്കണം, എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നാണ് പറയുന്നത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ തിരുവെഴുത്തൊക്കെ വായിക്കണം, തിരുവെഴുത്ത് മനസ്സിലാക്കണം, തിരുവെഴുത്ത് വിശ്വസിക്കണം. തിരുവെഴുത്ത് കർത്താവെ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ തക്കവണ്ണം എളിയവന് ഭാഗ്യം തരണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമേ ആ ആത്മാവിൻ്റെ ശക്തിയും വരങ്ങളും നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നത്, തിരുവെഴുത്തിനാണ് പ്രാധാന്യം. തിരുവെഴുത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു കർത്താവെ, ഞാൻ അത് അനുസരിക്കാം. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല, മറ്റുള്ളവരുടെ പരിചയങ്ങൾ പറയുന്ന പോലെയല്ല, സൊസൈറ്റി തീരുമാനിക്കുന്നതായ ആ തീരുമാനങ്ങളല്ല ഞാൻ എടുക്കുന്നത്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ അറിവില്ലായ്മയിൽ പാലിച്ചു കൊണ്ടിരുന്നതായ ആ സമ്പ്രദായങ്ങളല്ല എനിക്ക് കാര്യം. തിരുവെഴുത്ത് എന്തു പറയുന്നു, യേശു എന്ത് പറഞ്ഞു, അത് ഞാൻ അനുസരിക്കുവാൻ കടപ്പെട്ടവനാണ്. ഞാനിത് വരുന്നുവെന്ന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ഈ പറഞ്ഞിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ജീവജലത്തിൻ്റെ നദികൾ നമ്മളുടെ ഹൃദയങ്ങളിൽ കൂടെ ഒഴുകി ആ ജീവൻ പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? യേശു നമ്മുടെ ഉള്ളിലേക്ക് സമൃദ്ധിയായി വരുമ്പോൾ മാത്രമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്ന ആ യേശുവിൻ്റെ സാന്നിധ്യവും ആ പ്രവർത്തനവും നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുമ്പോൾ അതിൻ്റെ താഴത്തെ വാക്യത്തിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. ഈ ആത്മാവ് പെന്തക്കോസ്ത് നാളിലാണ് അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടെ വന്നത്. അപ്പോൾ അങ്ങനെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആ ആത്മാവ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറായിട്ടുള്ള ഒരു കാര്യത്തെ നോക്കിക്കൊണ്ട് പ്രധാനമായിട്ട് പെന്തക്കോസ്ത് ദിനത്തിൽ ആത്മാവ് വന്നതുപോലെ നമ്മളുടെ ജീവിതത്തിൽ അന്ന് മുതൽ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ആത്മാവിൻ്റെ ഫലങ്ങൾ, വരങ്ങൾ വിശ്വാസികൾക്ക് കർത്താവ് നൽകി. അവർ തനിയെ ചുറ്റുപാടുകളിലേക്ക് പോയി ഈ വരങ്ങളും ഫലങ്ങളും ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി അനേക ശുശ്രൂഷകൾ ചെയ്ത് സഭയെ പണിയുവാനായിട്ട് തുടങ്ങി. അതാണ് അതിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. പെന്തക്കോസ്ത് നാളിൽ അത് നിവൃത്തിയായി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ചാപ്റ്റർ 8 വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഇവിടെ അതിൻ്റെ 31 വാക്യം നമ്മൾക്ക് നോക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ
വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് എങ്കിൽ തന്നെയും മനസ്സിരുത്തി ദൈവത്തോട് തന്നെ ചോദിക്കണം, കർത്താവെ, ഞാൻ അതിൻ്റെ മീനിങ് റിയലായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനുള്ള കൃപ തരണമേ എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധയോടെ വായിക്കുകയും ആ വചനത്തിൻ്റെ ആ വെളിപ്പാട് നമ്മളുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് ആത്മാവ് നമ്മൾക്ക് അതിൻ്റെ സീരിയസ്നെസ് തരുന്നത്. ഇവിടെ എഴുതുന്നത്, തന്നിൽ വിശ്വസിച്ചതായ യഹൂദന്മാരോട്. യഹൂദനായ യേശു യഹൂദന്മാരുടെ ഇടയിലായിരുന്നപ്പോൾ കുറച്ച് യഹൂദന്മാരൊക്കെ തന്നിൽ വിശ്വസിച്ചതായിട്ട് കാണുന്നു. അവരോട് യേശു പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്നാണ് പറയുന്നത്. അന്ന് യഹൂദന്മാരെക്കുറിച്ച് യേശു പലപ്പോഴും വീണ്ടും 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 പറയുന്നത്, നിങ്ങളുടെ സമ്പ്രദായങ്ങൾ നിങ്ങളെ എൻ്റെ വചനത്തിൽ നിന്നും പുറകോട്ട് വലിക്കുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ അത് വിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അത് തന്നിൽ വിശ്വസിക്കുന്നതായ യഹൂദന്മാരോടാണ് പറഞ്ഞത്. വിശ്വസിക്കാത്തതായ യഹൂദന്മാരോട് ഇത് പറഞ്ഞാലും യാതൊരു പ്രയോജനമില്ല. അവർ പഴയ സ്ഥലത്ത് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. അവർ വിശ്വസിക്കാത്തവർ എന്നാണ് അവരുടെ പേര്. അപ്പോൾ വിശ്വസിച്ചതായ യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാണ്. അല്ലെങ്കിൽ സമ്പ്രദായങ്ങളിൽ നിൽക്കുന്നവർ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പറഞ്ഞു. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കുന്നതിന് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ഈവൻ യേശുവിൻ്റെ സമയത്ത് പോലും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ വല്യപ്പൻ്റെയും കൂട്ടുകുടുംബത്തിൻ്റെയും അടിമത്തത്തിൽ കിടക്കുന്നവരാണ്. അവർക്ക് വെളിയിലേക്ക് പോകുന്നതിനോ സ്വയമായി ചിന്തിക്കുന്നതിനോ സ്വയമായി തീരുമാനമെടുക്കുന്നതിനുള്ളതായ സ്വാതന്ത്ര്യമില്ലായിരുന്നു, അതിനുള്ളതായ ധൈര്യവുമില്ലായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത്, നമ്മളുടെ കാലത്ത് നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡാണ്. നമ്മൾക്കൊക്കെ നമ്മളുടേതായ ഓരോ കുടുംബത്തിനും വ്യക്തികൾക്ക് പോലും നമ്മുടേതായ സ്വാതന്ത്ര്യം ഇന്ന് ഭവനത്തിലുണ്ട്, ജോലി ചെയ്യുന്നിടത്തുണ്ട്, ഈ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ ദൈവവചനം വായിക്കുന്നതിനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അന്ന് അത് ഇല്ലായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ ബൈബിൾ വായിക്കുമ്പോഴാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞതായ യേശുവിനെ നമ്മൾ അറിയുന്നത്, യേശുവിൻ്റെ പഠിപ്പിക്കൽ നമ്മൾ അറിയുന്നത്, യേശുവിൻ്റെ വഴി നമ്മൾ അറിയുന്നത്. യേശുവിൻ്റെ വഴിയാണ് ഈ ബൈബിളിൽ കാണുന്നത്. പലപ്പോഴും നമ്മൾ യേശുവിൻ്റെ വഴിയെന്ന് പറയുമ്പോൾ വേറെ പല വഴികളുണ്ട് എന്ന് ലോകം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾക്ക് പോകുവാനായിട്ട് പാടില്ല. അങ്ങനെ പോയാൽ യേശുവിനെ അല്ല ഫോളോ ചെയ്യുന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയേക്കണം. യേശു ഏക വഴി മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. പിതാവിങ്കിലേക്കുള്ള ഏക വഴി പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അറിയുവാനായിട്ട് സാധിക്കുന്നത്. ആ യാഗത്തിലൂടെയാണ് നമ്മൾക്കതിലേക്ക് ആക്സസ് കിട്ടുന്നത്, പ്രവേശനം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സത്യം നമ്മൾ അറിയണം. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒരു സമ്പ്രദായത്തിൻ്റെയും അടിമകളായി നിങ്ങൾ കിടക്കേണ്ടവരല്ല എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 10-ാം അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 7 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ പ്രധാനമായ കാര്യങ്ങൾ യേശു ഇതിനോട് ചേർന്ന് തന്നെ ഉള്ളതായ മീനിങ് ആണ് പറയുന്നത്. അവിടെ പറയുന്നത്, ഞാൻ വാതിൽ ആകുന്നു. എന്താണ് വാതിലെന്ന് പറയുന്നത്? ആ വാതിൽ കൂടെ അല്ലാതെ ഒരാടിന് അകത്തേക്ക് കടക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മളെ നല്ല ഇടയൻ ആ വാതിൽക്കൽ നിൽക്കുകയാണ്. ആ വാതിലിൽ കൂടെ, യേശുവിൽ കൂടെ അല്ലാതെ ആർക്കും അകത്തേക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ
നമ്മളൊക്കെ ആടുകളോട് തുല്യപ്പെടുത്തിയാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ആടുകളെന്ന് പറയുന്നത് ബലഹീനമായ ഒരു ജീവിയാണ്. അവർക്ക് വഴി തെറ്റിപ്പോയാൽ സ്വയമായിട്ട് തിരികെ വരുന്നതിനുള്ളതായ ആ കപ്പാസിറ്റി ഇല്ല. ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ തന്നെ കയറുന്നതിനുള്ളതായ കപ്പാസിറ്റി ഇല്ല. അവിടെ ഒരു നല്ല ഇടയൻ ചെന്ന് അതിനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് പോലെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ കയറ്റി പൊക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ആ നല്ല ഇടയനായ യേശു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. എന്നാൽ അല്ലാത്ത ഇടയന്മാരുണ്ട്. അവർ സിംഹമോ മറ്റോ വരുമ്പോൾ പേടിച്ച് ഓടിപ്പോകും. ആടുകളെക്കുറിച്ച് ചിന്തയില്ലാത്തവരാണ് എന്ന് നമ്മൾ കാണാം. പിന്നീട് സാത്താൻ ഒരു ഓപ്പോസിറ്റായിട്ട് പറയുമ്പോൾ അവൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും വേണ്ടിയാണ്. എന്നാൽ യേശു വരുന്നത് ആടുകൾക്ക് വേണ്ടി, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. തൻ്റെ ജീവൻ കൊടുത്ത് ആടുകളെ വീണ്ടെടുപ്പാൻ വേണ്ടിയാണ് യേശു വരുന്നത്. അതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വേണ്ടി, അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ കൊടുക്കുവാനും മാത്രമേ ഞാൻ വന്നത് എന്നാണ് യേശു പറയുന്നത്. ഇനിയും ചാപ്റ്റർ 11 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് മരിച്ച് 4 നാളായ ലാസറെ ഉയർപ്പിക്കുന്നതായ ചരിത്രം ഉണ്ട്. ആ സംഭവമാണ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. അത് എന്തിനാണ് യേശു അവിടെ ആ അടയാളം നടത്തിയത് എന്ന് ചോദിച്ചാൽ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളത് നമ്മുടെ യേശുവിനാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ജീവിതത്തിലെ സകലവിധമായ സിസ്റ്റങ്ങളും ഡൗണായി, ബ്രീത്തിങ്, ബ്ലഡ് സർക്കുലേഷന്, ബോൺ സിസ്റ്റം എല്ലാം ഡീകമ്പോസായി കഴിയുമ്പോൾ 4 നാളായി നാറ്റം വമിച്ചതായ അവസ്ഥയിൽ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നതായ ലാസറിനെ അവൻ്റെ പേര് വിളിച്ചു, ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അവൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് അവൻ പുറത്ത് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, മരിച്ചവരുടെ മേൽ അധികാരമുള്ളത് യേശുവിന് മാത്രമാണ്. അന്ന് ലാസറിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അവൻ മാത്രം പുറത്തു വന്നു. എന്നാൽ നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് നാം എല്ലാവരും ക്രിസ്തുവിൽ മരിക്കേണ്ടവരാണ്. അങ്ങനെ ക്രിസ്തുവിൽ മരിക്കുന്നവരായ നമ്മൾ ഒരു ദിവസം കർത്താവിൻ്റെ കാഹളത്തിങ്കൽ ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ ഈ കർത്താവിൽ മരിച്ച എല്ലാ വിശുദ്ധരും ഒരുമിച്ച് ഈ ലാസറിൻ്റെ ശരീരം ഉയർത്തതുപോലെ സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് നമ്മൾ മധ്യാകാശത്തിൽ കടന്നു ചെല്ലും. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മളുടെ മണവാളനായ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യും എന്നാണ് നമ്മൾക്ക് വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മാർത്തയും മറിയയും ഉള്ള സംഭാഷണത്തിലൊക്കെ 11:27 നമ്മൾ നോക്കുമ്പോൾ മാർത്ത പറയുന്നുണ്ട്, നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾക്ക് കാണാം. പ്രൈസ് ഗോഡ്. അപ്പോൾ അവർക്കും അന്ന് വരെ നീ വീണ്ടും വരുമ്പോൾ ആ പുനരുത്ഥാനത്തിൽ ഉയർക്കും എന്നുള്ളതായ ഒരു ചിന്തയായിരുന്നു മാർത്തയ്ക്കും മറിയയും ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല, ഈ യേശു ദൈവപുത്രനാണെന്നും സകലരുടെ മേലും സകലത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവനാണെന്നും തെളിയിക്കേണ്ടതിന് ഇതാ താൻ സ്നേഹിച്ചതായ ആ കുടുംബത്തിലുള്ളതായ ലാസർ മരിച്ചപ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തു വരുന്നു. അവൻ കുറേ നാൾ കൂടി അവിടെ ജീവിച്ചിരുന്നു. എന്നാൽ അത് ഒരു സ്വർഗീയ ശരീരം അല്ലായിരുന്നു, വീണ്ടും നമ്മളുടെ ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ള ശരീരമായതിനാൽ അവൻ വീണ്ടും മരിച്ചു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അടുത്ത കർത്താവിൻ്റെ വരവിങ്കൽ ഉള്ളതായ ഉയർപ്പിൽ നമ്മൾ സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് ശരീരം പ്രാപിച്ചുകൊണ്ടാണ് ഉയർക്കുന്നത്.
അവിടെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് ജീവിക്കുന്നതിനും അനുയോജ്യമായ ശരീരമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇനിയും ചാപ്റ്റർ 12 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഉയർത്തെഴുന്നേറ്റ ലാസർ അത്താഴത്തിൽ യേശുവിനോടുകൂടെ പന്തിയിൽ ഇരിക്കുന്നതായ ഒരു ചിത്രമാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. അവിടെ മറിയ ഒരു വിലയേറിയ സ്വച്ഛജടമാംസി തൈലം യേശുവിൻ്റെ കാലിൽ പൂശുന്നു. അവിടെ മറ്റ് സുവിശേഷങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാർ ഉൾപ്പെടെ ചിലർ പറയുന്നു, ഇത്രയും വിലപിടിപ്പുള്ളതായ തൈലം പൂശി ഈ പാഴ്ചെലവ് എന്തിനാണ് എന്ന് ചോദിക്കുന്നതായ ഈവൻ ശിഷ്യന്മാരെ പോലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു അവളെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവളെ വിടുക എന്ന് പറയുന്നു, ക്രിട്ടിസൈസ് ചെയ്യാതെ. അവൾ എൻ്റെ ശവസംസ്കാരത്തിനായി അത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അധികം താമസിക്കാതെ താൻ ഈ ക്രൂശിൽ കയറി തൻ്റെ ജീവൻ മനുഷ്യരാശിക്ക് വേണ്ടി കൊടുത്തിട്ട് തൻ്റെ ശരീരം കല്ലറയിൽ വയ്ക്കും. അവിടെ ശവസംസ്കാരം ഉള്ളപ്പോൾ അതിനുവേണ്ടി അഡ്വാൻസായിട്ട് ഈ സ്വച്ഛജടമാംസി തൈലം തൻ്റെ ശരീരത്തിൽ പൂശുന്ന ഒരു മറിയെയാണ് നമുക്ക് കാണുന്നത്. യേശു അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. യേശുവോട് പറയുന്നുണ്ട്, അവളാൽ കഴിവത് അവൾ ചെയ്തു എന്ന്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെയും ജീവിതത്തിൽ നമ്മളാൽ കഴിവുള്ളപ്പോൾ നമ്മൾ ചെയ്യണം. നമ്മളുടെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യണം. അത് യേശു അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്, അതിന് പ്രതിഫലം ഉള്ളതാണ് എന്നാണ് നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. 12-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 43 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ്. പിശാച് യഹൂദന്മാരുടെ കണ്ണ് കുരുടാക്കി ഹൃദയം തടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് സൗഖ്യം കിട്ടിയില്ല എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 12-ാം അധ്യായത്തിൻ്റെ 40 മുതലായ വാക്യങ്ങൾ പറയുമ്പോൾ അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികെയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവോ അവൻ്റെ തേജസ് കണ്ടു അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുള്ളതായ മാനത്തെ അധികം സ്നേഹിച്ചു എന്ന് പറയുന്നു. ഇവിടെ വലിയ ചില വിഷയങ്ങളാണ് ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ പിശാച് കണ്ണുകളെ കുരുടാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് അതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സൗഖ്യമാക്കുവാനായിട്ടും ദൈവത്തിൻ്റെ വചനം എഫക്റ്റീവായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുകയില്ല. സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് സാത്താൻ തൻ്റെ അവരുടെ കണ്ണ് കുരുടാക്കി തടിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ കണ്ണിൽ പ്രകാശം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽക്കുള്ള പ്രകാശം നമ്മൾ ലഭിച്ച് അവനിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശത്രുവിൻ്റെ ആ വലയിൽ നിന്നും പൂർണ്ണമായ വിടുതലും പ്രകാശവും നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ആ പ്രകാശം ലഭിച്ചെങ്കിൽ മാത്രമേ യേശു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വചനം ശരിയായിട്ട് വിശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 42 പറയുമ്പോൾ എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ചിലരുടെയെങ്കിലും അനുഭവങ്ങൾ ഇപ്പോഴോ അല്ലെങ്കിൽ പഴയ കാലങ്ങളിലോ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്ന് വാസ്തവമായി ചിന്തിച്ചാൽ അങ്ങനെ വാസ്തവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
എന്താണ്? എനിക്ക് അവനിൽ വിശ്വാസമുണ്ട്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല എന്നാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. 42-ാമത്തെ വാക്യം, എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ രക്ഷയാണ്, അവൻ്റെ ആ യാഗത്തിലൂടെയാണ് എൻ്റെ രക്ഷ ഉള്ളത്, അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ പ്രമാണം, വചനത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. എന്നാൽ അവർ പള്ളിഭ്രഷ്ടരാക്കും, പള്ളിയിൽ നിന്ന് മുടക്കും എന്നുള്ളതായ ഭയം കൊണ്ട് അങ്ങനെ പറയുവാൻ മടിച്ചു എന്നാണ് പറയുന്നത്. അത് എടുത്തു പറഞ്ഞിരിക്കുക, അതൊരു വലിയ റിമാർക്കാണ്. നമ്മളുടെയും ജീവിതത്തിൽ ആ ഒരു റിമാർക്ക് ഒരിക്കലും കാണരുത്. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. കാരണം എന്താണ്? ദൈവത്താലുള്ള മാനം എന്ന് പറയുന്നത് പരസ്യമായിട്ട് ചിലപ്പോൾ കാണത്തില്ല, അത് നമ്മുടെ ഹൃദയത്തിലാണ് അത് ഉറപ്പിച്ച് നമുക്ക് ദൈവം തരുന്നത്. അതിനേക്കാൾ അധികമായിട്ട് പുറമേ കാണുന്ന മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ആ പാരമ്പര്യത്തിൽ നിൽക്കുന്ന അവന് എന്ന് പറഞ്ഞുകൊണ്ട് അവനിപ്പോഴും എന്താണ് ആ കുടുംബ പാരമ്പര്യമൊക്കെ പറഞ്ഞ് അതിൽ പ്രശംസിച്ചുകൊണ്ട് നിൽക്കുന്നതായ ആ മനുഷ്യരുടെ മാനത്തെ അധികം സ്നേഹിക്കുകയും യേശുക്രിസ്തുവിനെ പിൻപറ്റുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിടേണം, ചില കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം, ക്ഷമിക്കണം, സ്നേഹിക്കണം, മുതലായ കാര്യങ്ങളൊക്കെ അത് ഒക്കെ രണ്ടാമത്തെ കാര്യമായിട്ട് മാറ്റിവെക്കുന്നതുമായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. മനുഷ്യരാലുള്ളതായ മാനം പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തെ സേവിക്കുമ്പോൾ ചിലപ്പോൾ ഈ മാനം പരസ്യമായിട്ട് നമ്മൾക്ക് കിട്ടിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ ദൈവസന്നിധിയിലാകുമ്പോൾ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരോ നിന്ദിതരാകും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ശമൂവേൽ ബാലൻ ദൈവത്തെ മാനിച്ചു, അവനെ ദൈവം മാനിച്ചു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ ദൈവത്തെ മാനിച്ചില്ല, അവർ നിന്ദിതരായി തീർന്നു എന്ന് നമുക്ക് കാണുന്ന അതിനുള്ള ബന്ധത്തിലാണ് ആ വാക്യം പ്രൂവ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും മനുഷ്യരുടെ മാനത്തേക്കാൾ അധികമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിലും സേവിക്കുന്നതിലും നമ്മൾ പ്രാധാന്യം നൽകണം എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളതായ കാര്യം. പിന്നെ 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യത്തെ വാക്യത്തിൽ കാണുന്നതായ ഒരു ഭാഗം ഇങ്ങനെയാണ്: പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് കാണുന്നു. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതായ കാര്യം, താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ആ പർട്ടിക്കുലർ അവറിന് വേണ്ടിയാണ്, ആ നാഴികയ്ക്ക് വേണ്ടിയാണ്, ആ മണിക്കൂറിന് വേണ്ടിയാണ്. അതായിരുന്നു യേശുവിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലോകത്തിലേക്ക് വരിക, ശിഷ്യന്മാരെ ദൈവത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും വഴികളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുക. അതിനുശേഷമായിട്ട് പഴയ നിയമം തൻ്റെ ശരീരത്തിൽ കൂടെ ശരീരയാഗത്തിൽ കൂടെ നിവർത്തിക്കുക. അതായിരുന്നു പ്രധാനമായിട്ടുള്ള സംഭവം നടക്കേണ്ടത്. ആ നാഴികയ്ക്ക് വേണ്ടിയാണ് യേശു കാത്തിരുന്നത്. നമ്മൾ ആദ്യം നമ്മൾ കാനാവിലെ കല്യാണത്തിൽ വെച്ച് മറിയുമായിട്ടുള്ള സംഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്, സ്ത്രീയെ നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങൾ മാത്രം കാണിച്ച് ഞാൻ കടന്നു പോകുവാനായിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത്. എൻ്റെ നാഴിക എന്ന് പറയുന്നത് കാൽവറി ക്രൂശിൽ എൻ്റെ ജീവൻ അർപ്പിച്ചിട്ട് ജനങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ആ നാഴികയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 33.5 വർഷം
തികയവനായിട്ട് പോകുന്നതായ സമയത്താണ് യേശു പറയുന്നത്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ടുള്ളത് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം ശിഷ്യന്മാരെ സ്നേഹിച്ചു എന്നാണ് നമ്മൾക്ക് കാണുന്നത്. എന്നിട്ട് തുടർന്നുള്ളതായ വാക്യത്തിൽ ഒരു ലെസൺ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അതെന്താണ്? 4-ാമത്തെ വാക്യത്തിൽ, 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു യേശു വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്തു, അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു, ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും തുടങ്ങി എന്ന് കാണുന്നു. അപ്പോൾ ഒരു ദാസ്യവൃത്തി പോലെ മറ്റുള്ളവർക്ക് ഒരു സേവനം ചെയ്യുന്നതായ ആ ഒരു ശുശ്രൂഷയാണ് ശിഷ്യന്മാരെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്നും പോകുന്നതിന് മുമ്പേ പഠിപ്പിച്ചത്. തങ്ങളുടെ ജീവിതം ഉയർത്തി കാണിച്ചുകൊണ്ട് തങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ, ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് യേശു അസ്വർഗമൊടികളെ ഇവിടെ വന്നു എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു, തൻ്റെ അരയിലൊരു തോർത്ത് ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ആ തോർത്ത് കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നതായ ഒരു ശുശ്രൂഷ ഒടുവിലായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ കാണിച്ചത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. മനുഷ്യപുത്രനും വന്നത് ശുശ്രൂഷ ഏൽക്കുവാൻ വേണ്ടിയല്ല, ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ് വന്നത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, യേശു ഒടുവിലത്തെ ആ സമയങ്ങളിൽ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പായി താൻ ഉയരത്തിലേക്ക് പോകുന്നതായ അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ളതായ പഠിപ്പിക്കലുകളൊക്കെ അവിടെ പഠിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. 14-ാം അധ്യായത്തിൽ പറയുന്നത്, അതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കുന്ന സമയമില്ലാത്തത് കൊണ്ട് അവിടെ ഇടങ്ങളിലായിട്ട് ഓരോ വാക്യങ്ങൾ വായിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കിയാൽ. അപ്പോൾ ഞാനൊരു സ്ഥലം, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ ലോകത്തിലെ ഈ ജീവിതം, ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമായിട്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. ഏറ്റവും വലിയ ഒരു പ്രോമിസാണത്. യേശു ഇവിടെ നിന്ന് ഇവരെ വിട്ടിട്ട് പോകുന്നു. എപ്പോഴും തന്നോടുകൂടി മനുഷ്യ ശരീരത്തിൽ ഇരിക്കുവാനായിട്ട് ഉള്ളതായ ആ പ്ലാൻ അല്ല യേശുവിന്. യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്തതിന് ശേഷമായിട്ട് സ്വർഗീയ ശരീരമെടുത്ത് ഉയരത്തിലേക്ക് പോകുന്നു. എന്നാൽ അവൻ വീണ്ടും വരും എന്നാണ് പറയുന്നത്. ഞാൻ പോയി ഒരു സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ലോകമഹാന്മാരൊക്കെ തങ്ങളെ സേവിക്കുന്നവരെ താൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുക പതിവില്ല. എന്നാൽ നമ്മളുടെ യേശുനാഥൻ താൻ ഇരിക്കുന്നിടത്ത് തന്നെ തന്നോട് കൂടെ ഇരുത്തുക എന്നുള്ളതാണ് താൻ പ്രോമിസ് ചെയ്തത്. 14-ന്റെ 6 നമ്മൾ നോക്കുമ്പോൾ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്ത് പ്രവർത്തനം ചെയ്താലും യേശുവിൽ വിശ്വസിച്ചല്ലാതെ, യേശുവിൻ്റെ മരണത്തിൽ വിശ്വസിച്ചല്ലാതെ, യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിച്ച് നമ്മളും അവനോടുകൂടി ഏറ്റുപറഞ്ഞ് ചേർന്നല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് സാധ്യമല്ല. കാഴ്ചകൾ വെച്ചാലോ, നേർച്ചകൾ ചെയ്താലോ, മലയ്ക്ക് പോയാലോ, അങ്ങനെയുള്ളതായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലോ, ദേഹത്തെ പീഡിപ്പിച്ചാലോ ഒന്നും രക്ഷ കിട്ടുകയില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചതായി ഈ മാർഗത്തിൽ കൂടെ അല്ലാതെ ആരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ്. 14-ന്റെ 9-ാമത്തെ വാക്യം, എന്നാൽ എവിടെയാണ് ഈ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ദൈവങ്ങളല്ല, ട്രിനിറ്റി എന്ന് പറയുന്നു. അത് ദൈവം തന്നെയാണ് നമ്മളുടെ പുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യ ശരീരം എടുത്തു വന്നത്.
നമ്മളുടെ ഈ പുത്രനായ യേശു, നമ്മളാദ്യം ഈ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചപ്പോൾ ആദ്യം കണ്ടതുപോലെ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ജഡമായി തീർന്നാണ് യേശു എന്ന് പറയുന്നത്. അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്നവനായ ആ ദൈവം തന്നെയാണ് യേശു ജഡശരീരം എടുത്ത് ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിനു വേണ്ടി ജഡശരീരം എടുത്തു? ജഡശരീരം എടുക്കാതെ മരിക്കുവാനോ സാക്രിഫിഷ്യൽ മിനിസ്ട്രി ചെയ്യുവാനോ സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യ ശരീരം എടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും പിതാവും ഒരാൾ തന്നെയാണ്. അവനെ നമ്മളെ കാണിക്കുവാൻ വേണ്ടിയാണ് ജഡശരീരം എടുത്തത്. വചനം ജഡമായതുകൊണ്ടാണ് നമ്മൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിച്ചത്, യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചത്. യേശുവിനെ കണ്ടത് മൂലം നമ്മൾ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യേശു അല്ലെങ്കിൽ യേശുവിൽ കൂടെ പിതാവിനെ ഒരു റീച്ചബിൾ അറ്റ്മോസ്ഫിയറിലേക്ക് ആക്കി തീർക്കുവാൻ തക്കവണ്ണം ആണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. 14:27 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പലപ്പോഴും ഓരോ ദൈവങ്ങൾ ഈ ലോകത്തിലെന്ന് പറയുമ്പോൾ അതൊക്കെ പലതും തരും എന്നുള്ളതായ വാഞ്ചയോടുകൂടെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. പല പേര് കൊടുത്തിട്ട് അങ്ങനെയുള്ളതായ ദൈവങ്ങൾ. എന്നാൽ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സമാധാനം നമ്മൾക്ക് തന്നേച്ചു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും രോഗം വന്നാൽ നമ്മൾക്ക് സമാധാനമുണ്ട്, മരണം വന്നാൽ അതിനപ്പുറത്തുള്ളതായ ജീവിതത്തെ ഓർത്ത് നമ്മൾക്ക് സമാധാനം ഉണ്ട്. നിത്യതയെ ഓർത്തുകൊണ്ട് ഏത് ദിവസവും സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും. അതാണ് ദൈവിക സമാധാനം യേശു നമ്മൾക്ക് തന്നിട്ട് പോയിരിക്കുന്നത്. 14:16 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ ആളത്വമായ ആ ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മളോടുകൂടെ ആത്മീയ അന്തരീക്ഷത്തിൽ എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന്, നമ്മളെ പഠിപ്പിക്കേണ്ടതിന്, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കേണ്ടതിന്, കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കേണ്ടതിന് ഒക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിന് എന്ന കാര്യസ്ഥൻ, ഒരു വക്കീൽ പോലെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് നടത്തുവാൻ വേണ്ടി നമ്മളോട് കൂടെ അയക്കുന്നതായ ദൈവമാണ് എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ചാപ്റ്റർ 15 നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൽ വസിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾക്ക് യേശുവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. മുന്തിരിവള്ളി എന്ന് പറയുന്നത് കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുന്നത് പോലെ നമ്മളും ദൈവത്തോട് ചേർന്ന് വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മളോടുകൂടെ എല്ലായ്പ്പോഴും ഉള്ളത് പ്രാപിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്നാണ് 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ ഈ പഴയ നിയമത്തിലെ ആലയം പോലെ ആ ആലയത്തിലല്ല ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. നമ്മളുടെ ഹൃദയം തന്നെ ദൈവത്തിൻ്റെ ഒരു ആലയമായി തീരുന്നു. ദൈവം നമ്മളുടെ ഹൃദയത്തിൽ മുട്ടുമ്പോൾ നമ്മൾ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ആ പെർമിഷനോടുകൂടെ മാത്രമേ കർത്താവിന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അറകളും കർത്താവിൻ്റെ പ്രസാദമുള്ള ഒരു ആലയമാക്കി തീർക്കുമ്പോൾ കർത്താവ് നമ്മളിൽ പ്രസാദിക്കുകയും കർത്താവ് നമ്മളിൽ വാഴുകയും ചെയ്യും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും, നിങ്ങൾ എന്നിലും എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇരുമ്പ്
എടുത്ത് ഒരു കൊല്ലൻ്റെ ഉലയിൽ ഇട്ട് പഴുപ്പിക്കുമ്പോൾ അത് കുറേ നേരം കഴിഞ്ഞ് ആ കൊല്ലൻ അതൊരു കുടിൽ ഉപയോഗിച്ച് എടുക്കുമ്പോൾ ആ ഇരുമ്പ് പഴുത്ത് തീ പോലെ ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് ഈ ഇരുമ്പ്? തീയിലാണോ അതോ തീ ഇരുമ്പിനകത്താണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ, പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ഇരുമ്പ് തീ പോലെയായി തീർന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ആത്മാവിലായിത്തീരും, ആത്മശക്തിയാൽ നിയന്ത്രിക്കപ്പെടും എന്നുള്ളതായ ആ ഉദാഹരണം കൊണ്ട് നമ്മൾക്ക് ആ കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 15-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, നിങ്ങളെ ഇനി ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരത്രേ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇനി സ്നേഹിതന്മാരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സകല കാര്യങ്ങളും മർമ്മങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കുന്ന ഒരു പദവിയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇടറിപ്പോകാതെ ഇരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കാണിക്കുന്നു എന്നുള്ള വിചാരിക്കുന്നതായ നാഴിക വരുന്നു എന്ന് പറയുമ്പോൾ, കർത്താവിനെ സേവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഓരോ ചരിത്രങ്ങളും മീഡിയ വഴിയൊക്കെ കാണാനായിട്ടും കേൾക്കാനായിട്ടൊക്കെ സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരെയും മക്കളെയും ഒക്കെ കൊല്ലുന്നതായ ആൾക്കാർ, ആലയങ്ങൾ ചുട്ടുകരിക്കുന്നു, ദൈവദാസന്മാരെ പിടിച്ച് ജയിലുകളിലിടുന്നു. ഇതൊക്കെ നടക്കും എന്ന് യേശു പറഞ്ഞിട്ടുള്ളതാണ്. അത് അങ്ങനെ ചെയ്താൽ അവരുടെ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്ന ഒരു ചിന്ത അവർക്ക് വിചാരിക്കും. അങ്ങനെയുള്ള നാഴിക വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ലോകത്തിൻ്റെ ചുറ്റുപാടും ഈവൻ നമ്മുടെ രാജ്യത്തിലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ അവിടെയും ഇടറിപ്പോകരുത്. അതിൻ്റെയും മധ്യത്തിൽ നമ്മൾ നിലയായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമെന്ന് ദൈവത്തിൻ്റെ പ്രോമിസാണ്. അതൊക്കെ നമ്മൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കണം എന്നാണ് വചനം പറയുന്നത്. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഞാനൊരു പാപിയാണല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളതായ കാര്യം പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ നീതി എന്നുള്ളത് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരാളെ കൺവിക്റ്റ് ചെയ്യുമ്പോഴാണ് ദൈവസ്നേഹത്തെ മനസ്സിലാക്കി ദൈവകൃപയിലേക്ക് ആ ജനങ്ങൾ കടന്നു വരുന്നത് എന്ന് നമ്മൾക്ക് കാണാം. 16-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? 22-ാമത്തെ വാക്യം: നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. കർത്താവിൽ ഓരോ ആൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിത്യതയെക്കുറിച്ച് സന്തോഷിക്കുന്നവരാണ്. ഈ ലോകത്തുള്ളതായ കഷ്ടതയെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യുകയില്ല. നമ്മളുടെ എപ്പോഴും സന്തോഷിക്കും. ഈവൻ കർത്താവിന് വേണ്ടി മരിക്കുവാൻ പോലും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. അവിടെയാണ് യേശു പറയുന്നത്, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളകയില്ല എന്നുള്ളതായ കാര്യം. പ്രൈസ് ഗോഡ്. പതിനേഴാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് നമ്മൾക്ക് കാണുന്നത്. അവിടെ കാണുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന: പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിൻ്റെ പുത്രൻ
നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു നാഴികയ്ക്ക് വേണ്ടിയാണ്, ആ ക്രൂശീകരണത്തിന് വേണ്ടിയാണ്, വീണ്ടെടുപ്പ് നടത്തുവാൻ വേണ്ടിയാണ് അത് വന്നിരിക്കുന്നത്. 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു, മനുഷ്യവേഷമെടുത്തു. കർത്താവെ, നിന്റെ നാമം പിതാവെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ആ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. 17:6 പറയുന്നത്, പിതാവെ നീ എനിക്ക് തന്ന ശുശ്രൂഷ തികഞ്ഞിരിക്കുന്നു എന്ന് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പറയുകയാണ്. പിന്നീട് പറയുന്ന, പിതാവെ ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിൻ്റെ പക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കത്തിൽ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്നു. അതായത് ബിഗിനിങ്ങിൽ യേശു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വീണ്ടും അവിടേക്ക് ഞാൻ കടന്നു വരികയാണ് എന്ന് പറയുന്നു. 17:9 നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ആ രക്ഷയുടെ വചനം, വീണ്ടെടുപ്പിൻ്റെ വചനം ജനങ്ങൾക്ക് കൊടുത്തു, അവർക്ക് കൊടുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തു. 17 വാക്യം, ഞാൻ അവരെ കാത്തുകൊണ്ട് സൂക്ഷിച്ചുമിരിക്കുന്നു. യേശു പോകുന്നത് വരെയും യേശു അവരെ സൂക്ഷിച്ചു. ഇവൻ പത്രോസിൻ്റെ കാര്യം നമ്മൾക്കറിയാം. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പടയാളികളുമൊക്കെ അത് യേശുവിനെ പിടിച്ചപ്പോൾ ആകെപ്പാടെ ദേഷ്യം വന്ന് പത്രോസ് വാളുകൊണ്ട് മഹാപുരോഹിതൻ്റെ ചേവകനെ വെട്ടി കാതറുത്ത് കളഞ്ഞ് അവൻ ജയിലിൽ പോകേണ്ടതായിരുന്നു. എന്നാൽ അവിടെയും ആ ചേവകൻ്റെ കാത് ചേർത്ത് വെച്ച് സൗഖ്യമാക്കി തൻ്റെ ശിഷ്യനായ പത്രോസിനെ വിടുവിച്ചതായിട്ട്, സൂക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചുവെങ്കിൽ തന്നെയും ആ കടൽക്കരയിലേക്ക് കടന്നു ചെന്നിട്ട് അവനെ വീണ്ടും ചേർത്ത് പിടിക്കുന്നതായ, സൂക്ഷിക്കുന്നതായ അനുഭവം നമ്മൾക്ക് കാണുന്നു. 17-20 വാക്യം നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവൻ നമ്മൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ അവരുടെ വചനത്താൽ പ്രകാലെ രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. നമ്മൾക്ക് വേണ്ടിയും യേശുവിൻ്റെ ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ നമ്മളും ഉണ്ടായിരുന്നുവെന്ന് നമ്മൾക്ക് കാണാം. 18:24 എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം, എൻ്റെ ശിഷ്യന്മാർ, എന്നിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ അതാണ് വലിയ സ്നേഹം എന്ന് പറയുന്നത്. ചാപ്റ്റർ 18 നമ്മൾ കടന്നു വരുമ്പോൾ, ഇത് കഴിഞ്ഞിട്ട് യേശു കിദ്രോൻ തോട്ടിലേക്ക് ശിഷ്യന്മാർ ചേർന്ന് അവിടേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ യൂദാസ് എന്നായ തൻ്റെ ശിഷ്യൻ പുരോഹിതന്മാർക്ക് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതായിട്ടുള്ള ചരിത്രം നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പീലാത്തോസ് പറയുന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വിസ്തരിച്ചിട്ട് പറയുകയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. 19-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, യേശുവിനെ ക്രൂശിച്ചു. ആ ക്രൂശിൻ്റെ അരികെ ഉള്ള ചിലരെ കുറിച്ച് യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്. ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന്. തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് യേശു കണ്ടു. ആ കുരിശിൽ കിടന്നുകൊണ്ട് അവരെ നോക്കി. എന്നിട്ട് ചില കാര്യങ്ങൾ അവരോട് പറയുകയാണ്. ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. യേശു ഒരു മകനായിട്ട് ജീവിച്ചു. ഇതാ ഇപ്പോൾ മരിക്കുന്ന വലിയ ഹൃദയഭേദകമായ സംഭവമാണ്. എന്നാൽ നീ ഈ തുടർന്നുള്ളതായ കാലങ്ങളിലൊക്കെ നിൻ്റെ മകനായിട്ട് ഇതാ യോഹന്നാനെ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. അവൻ നിന്നെ സൂക്ഷിക്കും, കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു മകൻ്റെ ആ പ്രവൃത്തി യോഹന്നാനെ ഏൽപ്പിക്കുന്നു. പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ഇത് നിൻ്റെ അമ്മയാണ്, ഒരമ്മയെപ്പോലെ കാക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അവിടെ സൂക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 19-30 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. സകലവും നിവൃത്തിയായി. ഈ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ യേശുവിൻ്റെ മരണം വരെയുള്ളതായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായ അനേക പ്രവചന ഭാഗങ്ങളെല്ലാം നിവൃത്തിയാക്കിക്കൊണ്ടാണ് ഇവിടെ
നിവൃത്തിയായി, സകല നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തലയാഴ്ച ആത്മാവിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. അവിടെയാണ് നമുക്ക് കാണുന്നത്. 19-ാം അധ്യായത്തിന് 38-ാമത്തെ ഭാഗത്തിൽ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ ജോസഫ് അവിടേക്ക് വരുന്നു. യേശുവിൻ്റെ ശരീരം പീലാത്തോസിനോട് അനുവാദം വാങ്ങിക്കുന്നു. അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് രാത്രിയിൽ കടന്നു വന്നിരുന്നായ ആ നിക്കോദിമോസ് എന്നായ ആ ശിഷ്യനും ആ സമയത്ത് ധൈര്യം പൂണ്ട് പള്ളിക്കാരെ ഒന്നും പേടിക്കാതെ, പ്രമാണികളെ ഒന്നും പേടിക്കാതെ യേശുവിൻ്റെ ശരീരം അവർ തന്നെ എടുത്തുകൊണ്ട് വളരെ മാന്യമായിട്ട് ആ കല്ലറയിൽ അടക്കം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. പ്രൈസ് ഗോഡ്. 20-ാമത്തെ അധ്യായത്തിൽ ഞായറാഴ്ച രാവിലെ മഗ്ദലക്കാരത്തി മറിയ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്കൽ ഈ കല്ല് ആര് എനിക്ക് വേണ്ടി മാറ്റിത്തരും എന്ന് ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അവിടെ ഒഴിഞ്ഞ കല്ലറയാണ് മറിയ കാണുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെയാണ് നമ്മൾക്ക് വലിയ ഒരു പ്രത്യാശ കാണുന്നത്. നമ്മളുടെ നാഥനായ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ലോകത്തിലുള്ള സകല മതങ്ങളുടെയും നേതാക്കൾ പറയുന്നത് നിങ്ങൾ അവിടെ പോയി രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കല്ലറയിൽ ഒതുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ നമ്മളുടെ നാഥനായ ക്രിസ്തു കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ ഉയർപ്പാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മൾ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് നമ്മളത് വിശ്വസിക്കുന്നു. യേശുവിനെ പോലെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവ് നമ്മളെയും ക്രിസ്തുവിനെ പോലെ അവൻ്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് 20-ന്റെ 26-ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നു, 7 ദിവസം കഴിഞ്ഞിട്ട് സംശയിച്ചതായ തോമസ് അവൻ്റെ കൈ വിരലുകളിൽ ഉള്ളതായ പാടിൽ കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് അവിശ്വാസം കാണിച്ചായ തോമസിനെ തേടി യേശു വരുന്നു. നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളിൽ എൻ്റെ വിലാപ്പുറത്തും ഇടുക എന്ന് പറഞ്ഞിട്ട് അവനെ തേടി അവനെ ചേർത്ത് പിടിക്കുന്നതായ പത്രോസും കൂട്ടരും മീൻ പിടിക്കാനായിട്ട് പോയി. മീനൊന്നും കിട്ടിയില്ല. അവിടേക്ക് കടന്നു ചെന്നു യേശു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് അവരെയും ചേർത്ത് പിടിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നു. റിയലായിട്ട് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ അവനെ യേശു അവനെയും ചേർത്ത് പിടിച്ച് നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ളതായ ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇനിയും അതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായി. യോഹന്നാൻ വ്യക്തമായിട്ട് കാണിച്ചതായ ഒരു കാര്യം യേശു ആദിയിൽ തന്നെ ഉള്ളവനാണ് എന്നുള്ളതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടത് സ്റ്റാർട്ട് ചെയ്താണ്. ഒരു വ്യത്യസ്തമായ പഠിപ്പിക്കലാണ് നമ്മൾക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. മനുഷ്യന് ജീവനും വെളിച്ചവും പ്രവേശനവും കൊടുക്കാൻ വന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ അവൻ ദൈവപുത്രൻ ആണെന്ന് തെളിയിച്ചു. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എല്ലാ അധ്യായങ്ങളിലും നമ്മൾ പഠിക്കുമ്പോൾ അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവരക്ഷ പ്രാപിക്കണം എന്നുള്ളതായ ആ ഒരു വെളിപ്പാട് നമ്മൾക്ക് തരുന്നതാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം. ചുരുക്കത്തിൽ പഴയ നിയമത്തിലെ നിയമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിന് ലോ എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലെ ലോ എന്ന് പറയുമ്പോൾ അത് തൻ്റെ ശരീരത്തിലൂടെ പൂർത്തീകരിച്ചു എന്നാണ് യോഹന്നാൻ നമ്മളെ ആ ചരിത്രം അല്ലെങ്കിൽ ചിത്രം കാണിക്കുന്നത്. പഴയ നിയമത്തിലെ സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ ഒരു ആലയമാണ്. ആ ആലയത്തിൽ പല കാര്യങ്ങളുണ്ട്. ഒരു പ്രാവശ്യം യേശു സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ആലയം നിങ്ങൾ തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയാമെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കത് മനസ്സിലായില്ല. എന്നാൽ യേശു തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ആലയം പഴയ നിയമത്തിലെ ആ ലോയും ചട്ടവും കാര്യങ്ങളും എല്ലാം ഉള്ളതായ ആ ആലയം തകർക്കുക.
3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് അത് പറഞ്ഞത്. പഴയ നിയമത്തിലെ സമാഗമന കൂടാരം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ചിത്രം 1-2 മിനിറ്റുകൾ കൊണ്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ചിത്രം നമ്മൾക്ക് കാണുന്നത് ആദ്യമായിട്ട് ഒരു യാഗപീഠമാണ് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിൽ നമുക്ക് കാണുന്നത്. അവിടെ പ്രായശ്ചിത്തം ചെയ്യുവാൻ വേണ്ടിയാണ് ആ യാഗപീഠത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യേശു എന്നേക്കുമായിട്ട് യാഗമായി തീരുന്നതായ ഒരു ചിത്രം നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ കൂടെ യാഗമർപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഇതാ എന്നേക്കുമായി യേശുവിൻ്റെ ശരീരം ഒരു യാഗമായി തീർന്നു, ആ ആലയം തകർക്കപ്പെടുന്നു. രണ്ടാമതായിട്ട് കഴുകുന്ന ഒരു തൊട്ടി കാണും ആ സമാഗമന കൂടാരത്തിൽ. അതൊരു സ്പിരിച്വൽ ക്ലെൻസിങ് ആണ് ആ പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നത്. എന്നാൽ യേശുവിൽ കൂടെയുള്ളതായ വീണ്ടെടുപ്പ് പ്രാപിച്ച് ആ രക്തം തളിച്ച് വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ഓരോ ദിവസവും ക്ലെൻസ് ചെയ്യപ്പെട്ട് കഴുകപ്പെട്ട് മുൻപോട്ട് പോകുന്ന അനുഭവമാണ് പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണുന്നത്. മൂന്നാമതായിട്ട് ഒരു മേശമേലുള്ള അപ്പമാണ് കാണുന്നത്. അത് നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ് പഴയ നിയമത്തിൽ. എന്നാൽ യേശു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ ജീവൻ്റെ അപ്പമാകുന്നു, ജീവജലമാകുന്നു. ഒരു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനവും ആത്മാവും ആകുന്ന വെള്ളവും കുടിച്ചുകൊണ്ട് ബലപ്പെടുവാൻ, ആത്മീയമായി ബലപ്പെടുവാൻ വേണ്ടി അത് നമ്മളെ റീപ്ലേസ് ചെയ്ത് നമ്മളെ നടത്തുന്ന ആയിട്ടുള്ള ചിത്രമാണ് ഇവിടെ കാണുന്നത്. നാലാമതായിട്ടൊരു നിലവിളക്കാണ് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിൽ കാണുന്നത്. അത് ഒരു ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യുക, വെളിച്ചം പകർന്നു തരുന്നതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു വരുമ്പോൾ പ്രകാശം ഇല്ലുമിനേറ്റ് ചെയ്ത് വെളിപ്പാടുകൾ തന്ന് നിത്യത വരെ നമ്മളെ നടത്തുന്നതായ കാഴ്ചയാണ് പുതിയ നിയമം പഴയ നിയമം മാറ്റിയിട്ട്. ആറാമതായിട്ട് കാണുന്നത് ദി ആർക്ക് ഓഫ് ഗോഡാണ്. ആ നിയമപ്പെട്ടകമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ആർക്ക് ഓഫ് ഗോഡ്. അപ്പോൾ ഹൈ പ്രീസ്റ്റിന് മാത്രം വർഷത്തിൽ ഒരിക്കൽ കയറുന്നതായ പഴയ നിയമത്തിൻ്റെ ആ ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം മാറ്റിയിട്ട് ഇതാ ക്രിസ്തുയേശുവിൽ കൂടെ എല്ലായ്പ്പോഴും കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം വാതിൽ തുറന്ന് കിടക്കുക. ഇനി ഹൈ പ്രീസ്റ്റ് വർഷത്തിൽ ഒരിക്കൽ പോവുക, അതോ അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് മരിച്ചു വീഴും. എന്നാൽ അതല്ല, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏതൊരുവനും ക്രിസ്തുവിനുള്ളതായ ആ ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും കഴിവിലോടും കൂടെ കൃപാസനത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമ്മൾക്ക് പ്രിവിലേജ് തന്നിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് കാണാം. ഏഴാമതായിട്ട് ഫൈനലി കൃപാസനം. യാഗത്താൽ ആ കൃപാസനത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നതായ ഒരു ഭാഗമാണ് ഒടുവിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ യേശുവിൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാതൊരു ഭയവും കൂടാതെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ വേണ്ടിയുള്ളതായ ആ കൃപ നമ്മൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ഓരോ ഭാഗം ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് പോയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഇത് വ്യക്തമായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. ഇവിടം കൊണ്ട് ഞാൻ ഈ യോഹന്നാൻ്റെ സുവിശേഷം ഇവിടെ തീർക്കുകയാണ്. അടുത്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾക്ക് ആരംഭിക്കാം. അല്പം നീണ്ടുപോയി എങ്കിൽ തന്നെയും പലപ്പോഴായിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലാതെ യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലിരിക്കുമ്പോഴൊക്കെ പല ഭാഗങ്ങളിലായിട്ട് നമുക്കിത് കേൾക്കുവാനായിട്ട് സാധിക്കും. കഴിയുമെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. കാരണം ഈ യോഹന്നാൻ്റെ സുവിശേഷമാണ് അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചിട്ടുള്ളത്. കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വളരെ വ്യക്തമായിട്ട് ഊന്നിപ്പറഞ്ഞ് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായ വളരെ ഡയറക്റ്റായിട്ടുള്ളതായ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഈ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.